ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവിന്റെ ദൂതൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം 7 വാക്യം. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ ശൂരിന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികിൽ വെച്ച് തന്നെ അവളെ കണ്ടു. നാം എല്ലാവരും ദൈവത്തിന്റെ മഹത്തായ കുടുംബത്തിലെ അംഗങ്ങളാണ്. സ്വർഗത്തിലെ ദൈവിക കുടുംബത്തിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിനും ദൂതന്മാരുണ്ട്. അവിടെ നിങ്ങൾക്ക് കെരൂബുകളും സെറാഫിൻകളും ഉണ്ട്. അവന്റെ സൈന്യങ്ങളുടെ ബാഹുല്യവുമുണ്ട്. ദൈവത്തിന്റെ ഭൗമിക കുടുംബത്തിൽ നിങ്ങൾക്ക് അസംഖ്യം മക്കളും ദൈവദാസന്മാരുമുണ്ട്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും കർത്താവ് ഒരു ദൂതനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ചെറിയവരിൽ ഒരുത്തിനെയും നിന്ദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന്. മത്തായി സുവിശേഷം 18 അധ്യായം 10 വാക്യത്തിൽ ഇത് കാണാൻ സാധിക്കും. അവരെല്ലാവരും രക്ഷയെ അവകാശമാക്കുന്നവർക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ അയക്കപ്പെട്ട ശുശ്രൂഷാത്മാക്കളല്ലയോ എന്ന് എബ്രായർ 1 അധ്യായം 14 വാക്യത്തിലും, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അവന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങുമെന്ന് സങ്കീർത്തനം 91 അധ്യായം 11-12 വാക്യങ്ങളിലും കാണാൻ സാധിക്കും. അടിമപ്പെണ്ണായ ഹാഗാർ അവളുടെ യജമാനത്തിയുടെ കഠിനമായ പെരുമാറ്റം നിമിത്തം ഓടിപ്പോയപ്പോഴും കർത്താവിന്റെ ഒരു ദൂതൻ അവളെ കണ്ടുമുട്ടി. ലോത്ത് സോദോമിലായിരിക്കുമ്പോൾ അവന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വൈകുന്നേരം 2 ദൂതന്മാർ അവിടെ പോയി. ലോത്ത് അവരെ കണ്ടപ്പോൾ അവൻ അവരെ എതിരേൽക്കാൻ എഴുന്നേറ്റു, നിലത്തേക്ക് മുഖം കുനിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 1 വാക്യത്തിലും കാണാൻ കഴിയും. എന്നാൽ അബ്രഹാമിനെ കാണാൻ പോയപ്പോൾ 3 ദൂതന്മാരുണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 18 അധ്യായം 1-2 വാക്യങ്ങളിൽ കാണാം. ചിലർക്ക് ദൈവം 5 ദൂതന്മാരെ അയക്കുന്നു, മറ്റു ചിലർക്ക് 10 ദൂതന്മാർ, വേറെ ചിലർക്ക് അവൻ 100 ദൂതന്മാരെ അയക്കുന്നു. റോമൻ സൈന്യത്തിന്റെ ശതാധിപന്മാരുണ്ടായിരുന്നു. 6000 പട്ടാളക്കാരുള്ള ലിജിയനുകളും ഉണ്ടായിരുന്നു. മറ്റു മന്ത്രവാദികൾ അവരുടെ കൽപ്പനകൾ നടപ്പിലാക്കാൻ 100 ചെറിയ പിശാചുക്കളെ സൂക്ഷിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞേക്കാം, ഞാനും ഒരു ശതാധിപനാണെന്ന്. തന്റെ ദാസന്മാരെ സഹായിക്കാനും പിശാചിന്റെ ദുഷ്ടതന്ത്രങ്ങളെ തകർക്കാനും അവൻ സ്വതന്ത്രരാക്കാനും കർത്താവ് 100 ദൂതന്മാരെ അയക്കും. നമ്മുടെ കർത്താവായ യേശു പത്രോസിനോട് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ എന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. അവൻ എനിക്ക് 12-ലധികം ലെഗ്യോൻ ദൂതന്മാരെ തരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന്. ഇത് മത്തായി 26 അധ്യായം 53 വാക്യത്തിൽ കാണാൻ സാധിക്കും. ലാസർ മരിച്ചപ്പോൾ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് ഒരു ദൂതനെ അയച്ചു എന്ന് ലൂക്കോസ് 16 അധ്യായം 22 വാക്യത്തിലും കാണാൻ കഴിയും. എന്നാൽ സ്തേഫാനോസ് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി മരിക്കാൻ സ്വയം വാഗ്ദാനം ചെയ്തപ്പോൾ കർത്താവ് തന്റെ ദൂതനെ അയച്ചില്ല. അവനെ സ്വീകരിക്കാൻ അവൻ തന്നെ പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്നു. ദൈവമക്കളെ, നിങ്ങൾ പൂർണ്ണ വിശുദ്ധരായി മരിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെ 1000-10,000 ദൂതന്മാരുമായി വരും. സ്വർഗം മുഴുവനും നിങ്ങളെ കയ്യടികളോടെ സ്വാഗതം ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 34 അധ്യായം 7 വാക്യം. യഹോവയുടെ ദൂതൻ അവരുടെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സദൃശ്യവാക്യങ്ങൾ 22, 23, 24 അധ്യായങ്ങൾ. വൈകുന്നേരം 2 കൊരിന്ത്യർ 8 അധ്യായം. ആമേൻ.